ഹായ് ഗൈസ്, ഐ എം സൈ സ്റ്റോറീസ്. അങ്ങനെ കശ്മീർ കേട്ടെന്ന് നമ്മൾ റെഡ് ബസ് ബുക്കാക്കിയ ബസ്സിൽ നേരെ ശ്രീനഗറിലേക്ക് പോവാം. ഏകദേശം 18 മണിക്കൂറാണ് പറഞ്ഞത്, 21 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീനഗർക്ക് എത്തിയപ്പോൾ അവിടെ റെഡ് ബസ്സിൽ നമ്മൾ നേരെ ഗാന്ദർബാൽ വില്ലേജിൽ നിന്ന് നേരെ മാർഗുൻ വില്ലേജിലേക്ക് പോവാണ്. അപ്പോൾ പരിചയപ്പെട്ട കൂട്ടുകാരനാണ് നമ്മുടെ തൻവീർ ഭായ്. ആ തൻവീർ ഭായിൻ്റെ ഒപ്പരം നമ്മൾ മാർഗുണ്ട് വില്ലേജിലേക്ക് എത്തി. ഈ മാർഗുണ്ട് വില്ലേജിലെത്തിയാൽ നമ്മളൊരു ഡ്രീം പ്ലാൻ അതിനൊരു കശ്മീരിൽ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ലേൻ്റെ സൈഡ് ഒരു ഡേ താമസിക്കണം, മലൻ്റെ അരുവി, ഈ മല കണ്ട് പിന്നെ ആ പോയ പറയുമ്പൻ എന്തൊക്കെയാണെന്നുണ്ട്. കാരണം അത് കണ്ടേ പറ്റും, അത്ര അടിപൊളി. എന്തോ ഒരു സമാധാനം പറഞ്ഞാൽ അവിടെ പോയിട്ട് ചായ കുടിക്കുക, ഫുഡാക്കുക എന്നുള്ളത്. നമ്മൾ മാത്രമല്ല, ഇത് കശ്മീരിൻ്റെ ഒരു ട്രഡീഷണൽ കശ്മീരി അല്ലെങ്കിൽ നമ്മളെ പാകിസ്ഥാനി ട്രഡീഷണൽ പെട്ടതാണ്. ഈ സമയത്ത് വൈകുന്നേരം വന്നിട്ട് ചായ കുടിക്കുക, സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. സീസൺ അതായത് ഇപ്പോൾ ജൂലൈ സമയമാണ്, ജൂലൈ എൻഡാവുന്ന സമയമാണ്, ജൂലൈ മിഡിലാണ്. അപ്പോൾ ഇവിടെ സമാധാനം പറഞ്ഞാൽ നമ്മൾ ഏത് ഹോട്ടലിലെടുത്താലും കിട്ടാത്തൊരു എക്സ്പീരിയൻസ്. ദാറ്റ് ലൈക്ക് ദിസ് വ്യൂ. പിന്നെ ഇവിടുത്തെ മനുഷ്യന്മാർ. ഇന്നലെ കിട്ടിയൊരു ഫ്രണ്ട്, ഓന് നമ്മൾ ശ്രീനഗറിൽ നമ്മൾ അറിഞ്ഞൊരു കൂട്ടായിരുന്നു, നമ്മളെ ഒന്നിച്ചില്ല, അവർക്ക് പനി വന്നു. അപ്പം മൂപ്പരങ്ങോട്ട് വന്നിട്ട് എന്തായി ചോദിച്ചിട്ട് പിന്നെ അങ്ങോട്ടുള്ള ഓരോ മൊമെൻറ്റ്സും അടിപൊളി. പറഞ്ഞാൽ എന്തൊരു മനുഷ്യന്മാർ, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും അടിപൊളിയാണ്. ബസ് കയറ്റുക, എന്നിട്ട് ടിക്കറ്റ് മൂപ്പരന്നെ എടുക്കുക, എന്നിട്ട് മൂപ്പര നാട്ടിലേക്ക് വന്ന് ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചിന്. അപ്പോൾ ഇന്ന് നമ്മൾ മൂപ്പര വീട്ടിലേക്ക് പോവാണ്. സോണമാർക്ക് പോകുന്ന റൂട്ടാണ്. സോണമാർഗിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉള്ളത്. എൻ്റെ മുമ്പിൽ കാണുന്ന നേരെ സോണമാർഗാണ്. അപ്പം വീണ്ടും കാണാം. ബൈ.